ദീദി ദാമോദരൻ. ശ്രീമതി ദീപി ദാമോദരൻ, ഇവിടെ ഇപ്പോൾ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട വാദം ചില ആളുകളെ കരിവാരി തേക്കാൻ ഇത് ഉപയോഗിച്ചേക്കുമോ എന്ന ഭയം കൊണ്ടാണ് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇതിന് മുകളിൽ ആക്ട് ചെയ്യാതിരുന്നത്, എന്തുകൊണ്ടാണ് സർക്കാർ അത് പുറത്തുവിടാതിരുന്നത് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. സർക്കാരിന് മുകളിൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ സിനിമാ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ അത് വ്യക്തമായി പറയുന്നുമുണ്ട്. ആ തരത്തിൽ ആരെങ്കിലുമൊക്കെ കളങ്കപ്പെട്ടു പോകുമോ എന്ന ഭയത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണോ സർക്കാർ? അതായത് ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇവർ പറഞ്ഞ ആലിഗേഷൻ്റെ പുറത്ത് ഇവർക്ക് ആർക്കെങ്കിലും വക്കീൽ നോട്ടീസ് അയച്ചോ? പോലീസ് ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ വന്നോ? ഇവർ ഈ പറഞ്ഞ അസത്യമായിട്ടുള്ളതോ സത്യമായിട്ടുള്ളതോ ആയ ആലിഗേഷൻസിനെ ബേസ് ചെയ്തിട്ട് എന്ത് നടപടിയാണ് 5 വർഷം കൊണ്ട് നടന്നത്? അപ്പോഴെങ്കിലും നിങ്ങൾ അറിയണം. പിന്നെ ഏകപക്ഷീയമാണ് ആണല്ലോ. സ്ത്രീകളുടെ തൊഴിലിടത്തിൽ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് അവരാരെയൊക്കെ പറ്റി പറഞ്ഞു അവരെ മുഴുവൻ വിളിച്ചു വരുത്തിയത്? വിചാരണയൊന്നുമല്ലല്ലോ. ഇത് സ്ത്രീകൾ പറയാണ്, എനിക്ക് ജോലി ചെയ്യാൻ ഇന്ന തടസ്സങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ കാസ്റ്റും കൗച്ചും ഉണ്ട്. അത് പറയുമ്പം പഠന റിപ്പോർട്ട് പുറത്തു വരേണ്ടതും ശുപാർശകൾ മുന്നോട്ട് വെക്കേണ്ടതും എന്താണ്? അതില്ലാത്ത ഒരു എൻവയൺമെൻ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും സർക്കാരിന് എന്നാണ് അത് മുന്നോട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇത് പുറത്തു വന്നാൽ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുകയാണ് വേണ്ടത്. സിനിമ പോളിസി ഉണ്ടാക്കുമ്പം നിർബന്ധമായിട്ടും അതിൽ സ്ത്രീയെ കൃത്യമായിട്ട് അവരുടെ ആ സ്പേസ് ഉണ്ടല്ലോ, അവരുടെ വർക്ക് സ്പേസ്, അത് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അവരെ സർവീസും എങ്ങനെയാണ് അത് വേണ്ടത്, ടേംസ് കണ്ടീഷൻസ് ഒക്കെ അതിന് സുതാര്യത വേണമെന്നുണ്ട്. ആ പറഞ്ഞതൊക്കെ എല്ലാം കൂടെ റെഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ വളരെ ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കെതിരെ ആലിഗേഷൻസ് പറയാൻ നടക്കുകയല്ല ഇവിടുത്തെ സ്ത്രീകൾ. ഇവരോളം തന്നെ ഇവർ ആലിഗേഷൻ ഉണ്ട് എന്ന് പറയുന്ന ഇവരോളം തന്നെ കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാരാണ്. അവർ സിനിമയിൽ പോകുന്നത് ഈ ആൾക്കാരെ പറ്റി ആലിഗേഷൻസ് പറയാനല്ല. അവരുടെ ജോലി തൊഴിലെടുത്ത് അതിന് തടസ്സം വരുന്നത് എന്താണ് എന്ന് ഒരു പാനലിൻ്റെ മുമ്പാകെ അവർ പറഞ്ഞത് റിപ്പോർട്ടായിട്ട് പുറത്തു വരേണ്ടതുണ്ട്. അത് പൊതുസമൂഹം അറിയേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. മറ്റേത് വർക്ക് പ്ലേസ് പോലെയും ആയിരിക്കണം സിനിമയും. സിനിമയിലേക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ മാത്രം കാര്യമല്ല. ആശ പറഞ്ഞ പോലെ എല്ലാവരും മീഡിയയിൽ എക്സ്പെരിമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ വരുന്ന എല്ലാ സ്ത്രീകൾക്കും ഇത് ബാധകമാണ്. ഈ സ്ത്രീക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അതും ഈ ലോ ഓഫ് ദി ലാൻഡ് അനുസരിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യമൊന്നും സ്ത്രീകൾ ചോദിച്ചിട്ടില്ല. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പഠന റിപ്പോർട്ട് പുറത്തു വരണം എന്ന് പറയുന്നത് അത് ചർച്ചയ്ക്ക് വെക്കാനാണ്. അത് അതിൻ്റെ അവസാന വാക്കായിരിക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും നമുക്ക് ആർക്കും ഇല്ല. അങ്ങനെ അല്ല, അത് ആവാൻ സാധ്യതയുമില്ല. അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ ഇനി അത് ഏത് വിധം അത് എന്താ പറയുക അതിൽ ഇത് ചേർക്കാൻ പറ്റും, വെള്ളം ചേർക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാം. നിയമങ്ങളുടെ കുറവ് കൊണ്ടല്ല ഇവിടെ സ്ത്രീകൾ ആരും പരിരക്ഷിക്കപ്പെടുന്നുമില്ല അതിൻ്റെ പേരിൽ. പക്ഷേ ഇവിടെ പ്രധാനം ഇത് പുറത്തു വരിക പോലും ഇല്ല എന്ന് പറയുന്നത് നമ്മളെ തന്നെ പാപ്പരത്വം ഉണ്ടല്ലോ, അതാണ് വിളിച്ചോതുന്നത്. നമ്മൾ തന്നെ പറയാണ് ഈ വിധമാണ് ഞങ്ങൾ സ്ത്രീകളോട് പെരുമാറാറുള്ളത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ സംഘടനകളുടെ പേര് പറഞ്ഞത്. അതിലും അംഗത്വം ഉണ്ടല്ലോ സ്ത്രീകൾക്ക്. ആ സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള സംഘടനകൾ എന്താണ് സ്ത്രീകളെ പറ്റിയ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നപ്പം അവർക്ക് നല്ല ഹെൽത്തിയർ എൻവയൺമെൻറ്റിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിനെ പറ്റി വലിയ പണം മുടക്കിയിട്ട് സർക്കാർ ഒരു കാര്യം ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് പുറത്തു വരണം എന്ന് എന്താണ് അവർക്ക് തോന്നാത്തത്? അതെന്തുകൊണ്ടാണ് അത് പോസിറ്റീവായിട്ട് കാണാൻ പറ്റാത്തത്? അതൊരു ആവശ്യമായിട്ട് എന്താണ് ഒരു സംഘടനയും അത് മുന്നോട്ട് വെക്കാതിരുന്നത്? എന്തിനാണ് ഈ ബേജാറും കരച്ചിലും ഒക്കെ? എന്തിനാണ് രാഹുൽ ഈശ്വർ എപ്പോഴും ഈ കള്ളക്കേസുകളും അർദ്ധസത്യങ്ങളും ഇതിനെയൊക്കെ പറ്റി എന്തിനാണ് ഇത്ര കൺസേൺഡ് ആവുന്നത്? അത് കഴിഞ്ഞ് അതിനെയൊന്നും ഇവിടെ ആരും തൊട്ടിട്ട് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകളൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകുമായിരുന്നു, ഇവർക്കൊക്കെ എതിരെ കേസ് കൊടുത്ത് നടക്കുകയായിരുന്നു. അതല്ല, പഠന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻവയൺമെൻറ്റ്, ഞാൻ ജോലി ചെയ്യുന്ന എൻവയൺമെൻറ്റ് ഈ രാജ്യത്തെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരിക്കണം എന്ന് പറയുകയും അതിന് ശുപാർശകൾ മുന്നോട്ട് വയ്ക്കുകയും അത് നടപ്പിലാക്കാൻ സർക്കാർ കൂടെ നിൽക്കുകയും വേണം. അത് പറഞ്ഞപ്പം വനിതാ കമ്മീഷന് മനസ്സിലായി. വനിതാ കമ്മീഷൻ ഈ ഇതിൽ ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ട്. WCC ഇംപ്ലീഡ് ചെയ്ത പോലെ വിമൻ കമ്മീഷൻ ഇംപ്ലീഡ് ചെയ്തിട്ടുണ്ട്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? എന്തിനാണ് ഇവർ ഈ ബേജാറും കരച്ചിലും ഒക്കെ എന്തിനാണ്? പുറത്തു വിടില്ല എന്നോ വല്ല നിർബന്ധമുണ്ടോ? അങ്ങനെ നിർബന്ധം ഉണ്ടാവുമ്പോൾ ഒരുപാട് പുരുഷന്മാരുടെ ജീവിതം അത് കാരണം നശിച്ചിട്ടുണ്ട്. ഒരുപാട് പുരുഷന്മാരുടെ ജീവിതവും കുടുംബവും ഇത്തരം കള്ളക്കേസുകാർ. രാഹുൽ, ഇവിടെ കള്ളക്കേസ്, ഇവിടെ ഒന്നാമത് ഇത് കേസല്ല. ഒന്നാമത് ഇത് കേസല്ല. കേസിന്റെ കാര്യവും
കേസിന്റെ കാര്യം സ്ത്രീകൾക്ക് കിട്ടുന്ന നീതിയെ പറ്റിയിട്ടൊന്നും രാഹുൽ ഈശ്വർ പ്രത്യേകിച്ച് നമ്മളോട് ആരോടും പറഞ്ഞു തരണ്ട. സ്ത്രീകൾക്ക് തുല്യനീതി കിട്ടുന്നില്ല എന്നുള്ളതിന് ഏത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും അത് അറിയാം. രാഹുൽ ഈശ്വറിന് മനസ്സിലാവായിക ഉണ്ടാവും. അതെ, ഞാൻ പറയുന്നത് ആ കാര്യമല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ നടക്കുന്ന കേസല്ല. രണ്ട് ഭാഗവും കേട്ടിട്ട് വിധി കൽപ്പിക്കാൻ ഇരിക്കുകയല്ല. അവിടെ എന്താണ് സ്ത്രീകൾക്ക് വർക്കിംഗ് എൻവയൺമെന്റിൽ അവർ നേരിടുന്ന പ്രശ്നം എന്ന് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അവിടെ സ്ത്രീകൾ മാത്രമേ പറയേണ്ടതുള്ളൂ. ഇനി അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള വർക്ക് ചെയ്യുന്ന പുരുഷന്മാർക്ക് എങ്ങനെ ഈ എൻവയൺമെന്റ് ഒരു ബെറ്റർ പ്ലേസ് ആക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ ചർച്ച ചെയ്യാമെന്നല്ലാതെ ഇവര് പറഞ്ഞ ആലിഗേഷൻസ് മുഴുവൻ ആൾക്കാരെ വിളിച്ചു വരുത്തി വിചാരണ നടത്തുന്ന കോടതി ആയിരുന്നില്ല ഹേമ കമ്മിറ്റി. അതിന്റെ മുമ്പിൽ പോയിട്ട് മൊഴി കൊടുത്തവരാരും അങ്ങനെ ധരിച്ചു പോയിട്ടുമില്ല. അവരെ ഐഡന്റിറ്റിയും ആ എൻവയൺമെന്റ്, ആ സിനിമയുടെ സെറ്റ് പോലും പറഞ്ഞാൽ അത് ഇതിലേക്കുള്ള എന്താന്ന് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അതൊക്കെ റിഡാക്ട് ചെയ്തിട്ട് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വരേണ്ടതുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു, ടേംസ് ഓഫ് റെഫറൻസ് പറഞ്ഞു, ഇത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് അവിടെ ജോലി ചെയ്യേണ്ടതുണ്ട്. അവിടെ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. ടെക്നീഷ്യൻസ് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ഇടയിൽ ടെക്നീഷ്യൻസ് ഇല്ലാത്തത്? പണിയറിയാത്തതുകൊണ്ടല്ലല്ലോ, അത് എൻവയൺമെന്റിന്റെ പ്രശ്നമാണല്ലോ. ആ സ്പേസ് എങ്ങനെ വുമൺ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും എന്നതിന് വേണ്ടിയാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസ്കഷന് അതിന് തയ്യാറാവുകയാണ് വേണ്ടത്. തീർച്ചയായും.